ബഹുമാനപ്പെട്ട ഈ കൂട്ടായ്മയുടെ പ്രസിഡന്റ് ശ്രീ ടി.എ. ഖാലിദ്, ശ്രീ എം.എ. ഖാലിദ്, ഭാരവാഹികളുടെ എല്ലാം കൂടെ പേര് പറയണമെങ്കിൽ ഒരുപാട് സമയമെടുക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇവിടെ മഞ്ചേശ്വരം, കാസർഗോഡ്, അതുപോലെ തന്നെ ഉദുമയിലെ വിളിച്ചാൽ എനിക്ക് തോന്നുന്ന ഞാനിപ്പോൾ നിൽക്കുന്ന മഞ്ചേശ്വരത്തും കാസർഗോഡുമാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ മുഴുവൻ ആളുകളുണ്ട്. ഉദുമയിലെ ആളുകളെ ഉള്ളു ഞാൻ കൂടുതൽ കാണാത്തത്. അപ്പോൾ ബഹുമാന്യനായ മഞ്ചേശ്വരം എം.എൽ.എ. ശ്രീ എ.കെ. അഷ്റഫ്, ബഹുമാന്യനായ കാസർഗോഡ് എം.എൽ.എ. ശ്രീ എൻ.എ. നെല്ലിക്കുന്ന്, ബഹുമാന്യനായ ഉദുമ എം.എൽ.എ. ശ്രീ C.H. കുഞ്ഞമ്പു, കാസർഗോഡ് നഗരസഭയുടെ പിതാവ് ശ്രീ അബ്ബാസ് ബീഗം, പിന്നെ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളുണ്ട്, ബിസിനസ് മാഗ്നറ്റുകളുണ്ട്, കരീമടക്കം നമ്മുടെ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും കൂടെ പേര് പറയുന്നു. ഇന്നലെ രാവിലെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ കല്ലട്ര മാഹിൻ അലിയുടെ കുടുംബ സംഗമത്തിലാണ് ഞാൻ ആദ്യമായി പങ്കെടുത്തത്. അതിൻ്റെ 10,000-ഓളം ആളുകളുണ്ട്. കല്ലുകെട്ടി പുരയിൽ നിന്ന് ആരംഭിച്ച കുടുംബത്തിൻ്റെ ആ സംഗമത്തിൽ പങ്കെടുത്തു. അതേ കുടുംബത്തിൻ്റെ ഒരു നിക്കാഹ്, പിന്നെ ഒരു 7-8 നിക്കാഹുകൾ പങ്കെടുത്തു. പുളിങ്ങോം ക്രൂസിൽ പങ്കെടുത്തു. പിന്നെ ഞാൻ ഇന്നലെ കർണാടക മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത സ്പീക്കറുടെ അധ്യക്ഷതയിൽ നടന്ന കായിക വിനോദമായ പോത്തോട്ടം എന്ന് പറയുന്ന പോത്തുകളെ ഓട്ടിക്കുന്ന കർണാടകത്തിൻ്റെ ഒരു ഉത്സവത്തിൽ പങ്കെടുത്തു. എ.കെ. അഷ്റഫിനെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം കടമ്പാർ ഉറൂസിൽ പങ്കെടുത്തു. പിന്നെ മഞ്ചേശ്വരത്ത് 1-2 നിക്കാഹിൽ പങ്കെടുത്തിട്ടാണ് വന്നത്. നെല്ലിക്കുന്ന് ഇന്നലെ എന്നെ വിളിച്ചു, നിങ്ങൾ ഏത് ഫ്ലൈറ്റിലാണ് പോകുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ രാവിലെയാണ് പോകുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞങ്ങളോടൊപ്പം ഇന്ന് തിരിച്ചിരുന്നെങ്കിൽ സുഖമായി ബോംബെ കിടന്നൊന്ന് ഉറങ്ങിയിട്ട് രാവിലെ ഈ പരിപാടി പങ്കെടുത്തിടായിരുന്നു. എന്തിനാ രാവിലെ തിരിക്കുന്നത്? ഈ പോത്തോട്ടത്തിന് മുഖ്യമന്ത്രി പങ്കെടുത്ത, സിദ്ധാരാമയ്യ പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് അഷ്റഫ് പറഞ്ഞു, പുള്ളി എയർപോർട്ടിലേക്ക് പോവുകയാണ്, പെട്ടെന്ന് എനിക്ക് ബോംബെയിലേക്ക് പോകണം. ഞാൻ പറഞ്ഞു ഞാനെന്തായാലും നാളെ രാവിലെ ഉള്ളൂ. ആമയും മുയലും തമ്മിലുള്ള ഓട്ടം പോലായിപ്പോയി. ഞാനിവിടെ കൃത്യം 9 മണിക്ക് വന്നു. ഇന്നലെ തിരിച്ചവര് ഇപ്പോഴാണ് വന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും എന്നോടൊരു കള്ളം പറഞ്ഞു. നെല്ലിക്കുന്നും പറഞ്ഞു, അഷ്റഫും പറഞ്ഞു, കുഞ്ഞമ്പും പറഞ്ഞു. ഇവർ 3 പേരും കൂടെ കൂട്ടായിട്ട് ആലോചിച്ചിട്ടാണ് ഈ കള്ളം പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. MP-യെ കാത്ത് ഞങ്ങൾ കേരള ഹൗസിൽ നിൽക്കുകയായിരുന്നു. അതാണ് ഇത്രയും താമസിച്ചത്. കിടന്നുറങ്ങി എന്നുള്ളതാണ് സത്യം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്കുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇതിൻ്റെ സംഘാടകർ ഈ സംഘടനയെക്കുറിച്ച് വളരെ ആധികാരികമായി നിങ്ങളോട് സൂചിപ്പിച്ചു. ശൂന്യതയിൽ നിന്ന് കെട്ടിപ്പടുത്തൊരു സംഘടന. ബാലാരിഷ്ടകൾ കടന്നിപ്പോൾ 3 മാസമായുള്ള ബാലാരിഷ്ടകൾ കടന്ന് ഈ സംഘടന ഒന്ന് പച്ച പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ തുടക്കം തന്നെ ഇത്ര ഗാംഭീര്യമുള്ളതാകുമ്പോൾ പിന്നെ ഇനി അങ്ങോട്ട് ഈ സംഘടനയുടെ ശക്തിയും കരുത്തും എത്രമാത്രമായിരിക്കും എന്ന് ഊഹിക്കാവുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം ആരംഭം തന്നെ ഗംഭീരം, കേട്ട ഗാനം മധുരം, കേൾക്കാത്തതോ എന്നൊരു ചൊല്ലും. അപ്പം അതുകൊണ്ട് ഇവിടെ വരാനും നിങ്ങളുടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാനും കഴിഞ്ഞുള്ള സന്തോഷം ആദ്യമായി രേഖപ്പെടുത്തുന്നു. ഇത്ര മനോഹരമായി 3 മാസക്കാലം കൊണ്ട് ബോംബെയിലെയും കാസർഗോഡ് ജില്ലയിലെ 3 മണ്ഡലങ്ങളിലെയും ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ എൻ്റെ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ ഇതൊരു കാസർഗോഡ് കൂട്ടായ്മ എന്ന് പറയാൻ എനിക്കാവില്ല. കാസർഗോഡ് കൂട്ടായ്മയാണെങ്കിൽ കാഞ്ഞങ്ങാടും തൃക്കരിപ്പിനും കൂടി വരേണ്ടിയിരുന്നു. ഇത് കാസർഗോഡിൻ്റെ ഒരു ഭാഗം മാത്രമേ ആകുന്നു.
മഞ്ചേശ്വരം തൊട്ട് ഉദുമയുടെ ഭാഗം വരെയുള്ള കൂട്ടായ്മ. കാസർഗോഡിനെ കുറിച്ച് സജീവ് അതിമനോഹരമായി ഇവിടെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആങ്കറിങ്. ഉത്തര മലബാറിൻ്റെ മൂല്യശോഭയും തുളുനാടിൻ്റെ സംസ്കൃതിയും സമഞ്ജസമായി സമന്വയിപ്പിക്കപ്പെട്ട ഒരു നാടാണ് കാസർഗോഡ്. സപ്തഭാഷാ സംഗമ ഭൂമിയാണ് കാസർഗോഡ്. ആ കാസർഗോഡ് നമുക്കറിയാം യക്ഷഗാനത്തിൻ്റെ നാടാണ്. ഇവിടെ സജീവ് പറഞ്ഞു, ഒരു നാടിൻ്റെ ചരിത്രം രൂപാന്തരപ്പെടുന്നത് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ പരിശോധിച്ചാൽ നദീതട സംസ്കാരത്തിലൂടെയാണ് ഓരോ നാടിൻ്റെയും സംസ്കാരം ഉരുത്തിരിഞ്ഞു വരുന്നത്. നമ്മൾ സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. കേരളമെന്ന് കേൾക്കുമ്പോൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് 44 നദികൾ ഉത്ഭവിക്കുന്ന ഒരു നാടാണ് കേരളം. എല്ലാ നദികളും സമുദ്രത്തിലേക്കാണ്. ആ 44 നദികളിൽ 9 നദികൾ ഒഴുകുന്ന ഒരു നാടാണ് കാസർഗോഡ്. ചന്ദ്രഗിരി പുഴയുണ്ട്, തേജസ്വിനി പുഴയുണ്ട്, പയസിനി പുഴയുണ്ട്, മധുവാഹിനി പുഴയുണ്ട്. പുഴകളാൽ സമ്പന്നമായ സമൃദ്ധമായ ഒരു നാട്. മാത്രമല്ല ഒരുപാട് മഹാരഥന്മാരെ സൃഷ്ടിച്ചൊരു നാടാണ്. രാഷ്ട്രകവി ഗോവിന്ദപ്പയ്യുണ്ട്, കിഞ്ഞണ്ണറയുണ്ട്, കേളുവിദ്വാനുണ്ട്, അതുപോലെ തന്നെ TS തിരുമുമ്പുണ്ട്, മഹാകവി കുട്ടമത്തുണ്ട്, മഹാകവി കുഞ്ഞിരാമൻ നായരുണ്ട്. സാംസ്കാരിക പൈതൃകം കൊണ്ട് സമ്പന്നമായൊരു നാടാണ് കാസർഗോഡ്. കാസർഗോഡ് ഒരുപാട് അമ്പലങ്ങളുണ്ട്, കാസർഗോഡ് ഒരുപാട് പള്ളികളുണ്ട്, കാസർഗോഡ് ഒരുപാട് ബസ്തികളുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്നൊരു മാതൃകാസ്ഥാനമാണ് കാസർഗോഡ്. മാത്രമല്ല കാസർഗോഡിലെ ജനങ്ങൾ കായിക പ്രേമികളാണ്, നൈസർഗികമായ കലാവാസനകളുള്ളവരാണ്. കാസർഗോഡ് ജനങ്ങൾക്ക് ശാസ്ത്രാവബോധമുള്ള ജനങ്ങളാണ്. ഇതൊക്കെ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ്. വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ പ്രശസ്തമായ ഒരു കവിതയുണ്ട്. ഏത് ദൂസര സങ്കല്പത്തിൽ പിറന്നാലും, ഏത് യന്ത്രവൽകൃത യുഗത്തിൽ വളർന്നാലും, മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ മണവും മമതയും സ്നേഹവും ഇത്തിരി കൊന്നപ്പൂക്കൾ. കാസർഗോഡ് ജനങ്ങളുടെ മനസ്സ് കൊന്നപ്പൂ പോലെ പരിശുദ്ധമാണ്. കാസർഗോഡ് ജനങ്ങളുടെ മനസ്സ് പളുങ്ക് പാത്രം പോലെ പവിത്രമാണ്. ചങ്ങമ്പുഴ പാടിയിട്ടുണ്ട്, കപടലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണ് പരാജയം. ജനങ്ങളെ സ്നേഹിക്കാനും സേവിക്കാനും മാത്രം അറിയാവുന്ന ഒരു ഹൃദയമുള്ള വിശാല മനസ്കരുടെ നാടാണ് കാസർഗോഡ്. ആ കാസർഗോഡ് MP ആകാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യം. ബോംബെയും ഞാനുമായി ഖാലിദ് ഇവിടെ സൂചിപ്പിച്ചു. ഞാൻ ആദ്യമായി കാസർഗോഡ് മത്സരിക്കാൻ വരുമ്പോൾ, കാസർഗോഡ് സ്ഥാനാർത്ഥിയായി ഞാൻ വരുമ്പോൾ, ബോംബെയിൽ നിന്ന് ഞാൻ അറിയാതെ തന്നെ ഒരു വാഹനത്തിൽ അവിടെ വന്നു. ആ വാഹനത്തെ കാസർഗോഡിൻ്റെ അതിർത്തിയിൽ ഞാൻ സ്വീകരിച്ചു. അവരെല്ലാമായി ആശയവിനിമയം നടത്തി. അന്ന് ഇവിടുന്ന് കാസർഗോഡ് വന്ന് വോട്ട് ചെയ്യണമെങ്കിൽ ഭാരിച്ച സാമ്പത്തിക ബാധ്യതയുണ്ട്. ആ ബാധ്യതയൊന്നും എന്നെ അറിയിക്കാതെ അവർ വന്ന് വോട്ട് ചെയ്തു. ഒരുപക്ഷെ വോട്ട് പാഴായി പോകുമെന്നുള്ള ചിന്തയോടുകൂടിയാണ് വന്നത്. പക്ഷേ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ എനിക്ക് 40,438 വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി. ഞാൻ MP ആയി. 5 വർഷക്കാലം ഞാൻ ജനങ്ങളോട് പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ജനങ്ങൾ എന്നിൽ അർപ്പിച്ച വിശ്വാസം, ആ വിശ്വാസം ഒരു കെടാവിളക്കായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുമ്പോൾ എൻ്റെ ഭൂരിപക്ഷം 40,438 നിന്ന് 1,649 വോട്ടായി വർദ്ധിച്ചു. കാസർഗോഡ് ജനങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം, വാത്സല്യം, എനിക്ക് നൽകിയ സഹായം, സഹകരണം മരിക്കുന്നവരെ ഞാൻ മറക്കില്ല. കുഞ്ഞമ്പൂ ഇവിടെ ഉണ്ടെങ്കിലും എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാസർഗോട്ടെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാർ, വനിതാ ലീഗിൻ്റെ നേതാക്കന്മാർ, ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം,
പച്ചപ്പട, വെള്ളപ്പട, പടകളുടെ ഒരു ബഹളമായിരുന്നു. അപ്പോൾ എല്ലാവരും എനിക്ക് നൽകിയ ഒരു സ്നേഹവും വാത്സല്യവും ഒരു കാലത്തും എനിക്ക് മറക്കാൻ പറ്റില്ല. കാസർഗോട്ടെ ജനങ്ങളാണ് എൻ്റെ യജമാനന്മാർ. ഞാൻ അവരുടെ സേവകനാണ്, ഞാൻ അവരുടെ ദാസനാണ്. ജനങ്ങൾ കൽപ്പിക്കുന്നു, ഞാൻ അനുസരിക്കുന്നു. അതുകൊണ്ടാണ് കാസർഗോഡ് ഒരിക്കലും മറക്കാനാവാത്ത എൻ്റെ മനോമുകുരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ജില്ലയായി മാറിയത്. ഇത്തവണയും ബോംബെയിൽ നിന്ന് ഏതാണ്ട് 2 ബസ്സിനകത്ത് ആളുകൾ വന്നിട്ടാണ് എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. അതുകൊണ്ട് ബോംബെയിലെ കാസർഗോട്ടുകാരുമായും കാസർഗോട്ടുകാരുമായും എനിക്കൊരു വൈകാരികമായ ബന്ധമുണ്ട്, ആത്മീയ ബന്ധമുണ്ട്. നമുക്കറിയാം, നമ്മുടെ പ്രവാസി ജീവിതം ആരംഭിക്കുന്നത് 3 സ്റ്റേജുകളിലൂടെയാണ്. ഇപ്പോൾ കേരളത്തിന് പുറത്ത് ജീവിക്കുന്നവർ മുഴുവൻ പ്രവാസികളാണ്. പക്ഷെ നമ്മളൊക്കെ സംസാരിക്കുമ്പോൾ പ്രവാസികളെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുള്ളവരെ കുറിച്ചാണ് എപ്പോഴും നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു മൈഗ്രേഷൻ ആരംഭിക്കുന്നത് നമ്മുടെയൊക്കെ ഓർമ്മകളിലുണ്ട്. സിലോണിൽ നിന്ന്, അതുപോലെ തന്നെ സിംഗപ്പൂരിൽ നിന്ന്, ഇപ്പോഴത്തെ മ്യാൻമർ, പഴയ ബർമയിൽ. അപ്പോൾ സിലോൺ, അതുപോലെ തന്നെ ബർമ അല്ലെങ്കിൽ മ്യാൻമർ, സിംഗപ്പൂർ, മലേഷ്യ. അപ്പോൾ ആദ്യത്തെ മൈഗ്രേഷൻ കേരളത്തിൽ നിന്ന് ആ രാജ്യങ്ങളിലേക്കാണ് പോയത്. അത് 1920 ഈ മൈഗ്രേഷൻ ആരംഭിക്കുന്നത്, ഈ കുടിയേറ്റം ആരംഭിക്കുന്നത്. 1970 ഗൾഫ് രാജ്യങ്ങളിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഖനനം ചെയ്തെടുക്കാൻ ആരംഭിച്ചപ്പോൾ നമ്മുടെ ആളുകളുടെ രണ്ടാമത്തെ ഒഴുക്ക് മിഡിൽ ഈസ്റ്റിലോട്ടായി മാറി. പഴയ പേർഷ്യൻ രാജ്യങ്ങളെന്നറിയപ്പെടുന്ന മിഡിൽ ഈസ്റ്റ്, അവിടെ എല്ലാ രാജ്യങ്ങളിലേക്കും മലയാളികളുടെ ഒരു വല്ലാത്ത പ്രവാഹമുണ്ടായി. അതാണ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് മൈഗ്രേഷൻ. ഇപ്പം 3rd സ്റ്റേജ് ഓഫ് മൈഗ്രേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ മൈഗ്രേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, യൂറോപ്യൻ രാജ്യങ്ങളിൽ ടെക്നോക്രാറ്റുകൾ, അതുപോലെ തന്നെ കാനഡ, ലണ്ടൻ, അമേരിക്ക, ഓസ്ട്രേലിയ. അപ്പോൾ 1ാമത്തെ മൈഗ്രേഷൻ, 2ാമത്തെ മൈഗ്രേഷൻ, 3ാമത്തെ മൈഗ്രേഷൻ, ഈ 3 കുടിയേറ്റങ്ങളും വിഭിന്നമാണ്, വ്യത്യസ്തമാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ഇപ്പോൾ ബോംബെയിലാണ് താമസിക്കുന്നത്. നിങ്ങളെല്ലാം പ്രവാസികളാണ് കേരളീയരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ നിങ്ങളുടെയൊക്കെ മനസ്സ് എവിടെയാണെന്ന് പാഴൂർ പടിയിൽ പോയി കബഡി നിരത്തി കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ അമേരിക്കയിലെ ഏറ്റവും വലിയ പോപ്പ് സിംഗറാണ് എൽവിസ് പ്രസ്ലി എന്ന് പറയുന്ന ആള്. അയാളുടെ അതിമനോഹരമായ ഒരു പോപ്പ് സംഗീതം ആരംഭിക്കുന്നത് ഫോർ ഹോമീസ് വേർ ദ ഹാർട്ടീസ് എന്ന് പറയുന്ന ഒരു പാട്ടിലൂടെയാണ്. നമ്മുടെ വീട്, നമ്മുടെ ഹൃദയം എവിടെയാണോ അവിടെയാണ് നമ്മുടെ വീട്. ബോംബെയിൽ താമസിക്കുന്ന നിങ്ങളുടെയൊക്കെ ഹൃദയം എവിടെയാണെന്ന് ഒരു ഡോക്ടറെ പോലെ സ്റ്റെതസ്കോപ്പ് വെച്ച് പരിശോധിക്കാതെ എനിക്കറിയാം. നിങ്ങളുടെ ഹൃദയം തുടിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ വീടായി അംഗീകരിക്കുന്നത് കാസർഗോഡാണെന്നറിയാം. അതുകൊണ്ട് കാസർഗോഡാണ് നിങ്ങളുടെ മനോമുകുരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ സ്വന്തം വീട്. നമുക്കറിയാം, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധിമുട്ടുകൾ. 1930 വൈലോപ്പള്ളി ശ്രീധരമേനോൻ എഴുതിയ ഒരു കവിതയുണ്ട്. ആ കവിതയുടെ പേര് ആസാം പണിക്കരെന്ന്. ആസാം പണിക്കാർ. 30 നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യമുണ്ട്, പട്ടിണിയുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്. ദാരിദ്ര്യം സഹിക്കവയ്യാതെ കേരളത്തെ ശപിച്ചു വന്നത്തെ ആളുകൾ. എന്നിട്ട് അവർ തീരുമാനമെടുത്തു, ആസാമിലേക്ക് പൊക്കളയാം. ആസാമിൻ്റെ വനാന്തരങ്ങളിൽ പാമ്പുകളുണ്ട്. ആ പാമ്പുകൾ അന്നത്തെ കാലത്ത് ആസാം മൊത്തമുണ്ട്. ആസാമിലെ പാമ്പുകളെ കുറിച്ച് പ്രശസ്തമാണ്. അപ്പോൾ ആസാമിലെ പാമ്പിൻ്റെ കടിയേറ്റ് മരിക്കേണ്ടി വന്നാലും കേരളത്തിൽ പട്ടിണി കിടക്കാൻ ഞങ്ങളില്ല. അതുകൊണ്ട് കേരളത്തിൽ ജോലിയില്ലാതെ ഇങ്ങനെ അലഞ്ഞു തിരിയാൻ ഞങ്ങളില്ല. അപ്പോൾ വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ആ ആസാം പണിക്കാരുടെ ആദ്യത്തെ ഭാഗം ആവേശഭരിതരായി കേരളത്തെ തള്ളിപ്പറഞ്ഞ് ആസാമിലേക്ക് പോവുകയാണ്. ആസാമിൽ പാമ്പുകൾ ഉണ്ടെങ്കിൽ പോലും
അവിടുത്തെ ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് പോകുന്നതാണ് ആദ്യത്തെ പകുതി. രണ്ടാമത്തെ പകുതി എന്ന് പറയുന്നത് അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നതാണ്. പോയ ആവേശമെല്ലാം കെട്ടടങ്ങി അവിടെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. അപ്പം തിരിച്ചു വരുന്നതാണ് ആസാം പണിക്കാർ എന്ന് പറയുന്ന കവിതയുടെ രണ്ടാമത്തെ ഭാഗം. നിറഞ്ഞിരിക്കലും ദരിദ്രമീ രാജ്യം, നിനഞ്ഞിരിക്കലും വികൃതമെങ്കിലും, ഇവിടെ സ്നേഹിപ്പാൻ, ഇവിടെ ആശിപ്പാൻ, ഇവിടെ ദുഃഖിപ്പാൻ കഴിവതേ സുഖം. അപ്പൊ തിരിച്ചു വരുമ്പോ എന്താ പറയുന്നത്? ആസാമിലോട്ട് പോയപ്പോൾ ഉള്ള വികാരമല്ല, തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ പറയുന്നത് ഇവിടെ നമ്മളെ കുറിച്ച് കാത്തിരിക്കാൻ, ഇവിടെ നമ്മളെ സ്നേഹിക്കുന്ന ആളുകൾ ഇവിടെയാണ്, അവിടെയല്ല. ഇവിടെ സ്നേഹിപ്പാൻ, ഇവിടെ ദുഃഖിപ്പാൻ, ഇവിടെ ആശിപ്പാൻ കഴിവതേ സുഖം. അപ്പോ കേരളം വളരുന്നു. പശ്ചിമ ഘട്ടങ്ങളെ കേറിയും കടന്നും ചെന്ന അന്യമാം ദേശങ്ങളിൽ പാലാ നാരായണ നായർ എഴുതി, കേരളം ഇങ്ങനെ കടല് കടന്ന് ഓരോ രാജ്യങ്ങൾ പോയി പടർന്ന് പന്തലിച്ച് നിൽക്കുമ്പോഴും അവസാനം നിങ്ങളെല്ലാം ജന്മനാട്ടിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത് എന്നെനിക്കറിയാം. നിങ്ങളുടെ മനസ്സ് തുടിക്കുന്നതും മന്ത്രിക്കുന്നതും എന്നെങ്കിലും ഒരിക്കൽ കാസർഗോട്ട് വന്ന് അന്തി ഉറങ്ങണം എന്നുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ടാമത്, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവൽ എഴുതി പ്രശസ്തനായ എം മുകുന്ദൻ. ആ എം മുകുന്ദൻ്റെ പ്രവാസി ജീവിതത്തെക്കുറിച്ചുള്ള അതിമനോഹരമായ ഒരു നോവലാണ് ഡൽഹി ഗാഥ എന്ന് പറയുന്ന നോവൽ. അതിനകത്ത് നമുക്കറിയാം, ഡൽഹി ഗാഥ എന്ന് പറയുന്ന നോവലിൽ ദേവി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. 30 വർഷക്കാലം ഡൽഹിയിലാണ് ജീവിച്ചത്, നിങ്ങൾ ഈ ബോംബെയിൽ ജീവിക്കുന്ന പോലെ. അപ്പൊ ആ ദേവി എന്ന് പറയുന്ന കഥാപാത്രം 30 വർഷത്തെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച്, ഡൽഹി ജീവിതം അവസാനിപ്പിച്ച് അവര് നാട്ടിലേക്ക് മടങ്ങി വരാൻ പോകുമ്പോൾ ദേവിയുടെ കൂട്ടുകാരികളെല്ലാം കൂടെ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈ 30 വർഷക്കാലം ജീവിതത്തിന്റെ വസന്തകാലം മൊത്തം ഡൽഹിയിൽ ചെലവഴിച്ചിട്ട് ഇനി നാട്ടിലേക്ക് തിരിച്ചു പോയാൽ നിങ്ങൾക്ക് ആരിയ്ക്കുന്നു അവിടെ? 30 വർഷം നിങ്ങളുടെ വേർപ്പ്, നിങ്ങളുടെ സമ്പാദ്യം എല്ലാം ഇവിടെ അല്ലേ? എന്തിനാണ് ഇനി നാട്ടിലേക്ക് പോകുന്നത്? അപ്പോൾ എം മുകുന്ദന്റെ നോവലിൽ ദേവി എന്ന കഥാപാത്രം പറയുന്നൊരു കാര്യമുണ്ട്, അവിടെ എനിക്ക് ആരുമില്ല എന്നുള്ള തോന്നൽ വേണ്ട, അവിടെ എനിക്കൊന്നുമില്ല എന്നുള്ള തോന്നൽ വേണ്ട. അവിടെ വൃശ്ചികക്കാറ്റടിക്കുമ്പോൾ മാമ്പൂവിൻ്റെ ഗന്ധം, അതുപോലെ പ്രകൃതി മനോഹരമായ നാട്, മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി, മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി, കരളും മിഴിയും കവർന്നു പൊങ്ങി, കറയൊറ്റൊരാലസ ഗ്രാമഭംഗി. ആ ഗ്രാമഭംഗി ആസ്വദിച്ച് ആ വൃശ്ചികക്കാറ്റിൻ്റെയും അതുപോലെ തന്നെ പിച്ചിപ്പൂവിൻ്റെയും ഒക്കെ മണം ആസ്വദിച്ച് ആ മണ്ണിൽ കിടന്ന് മരിക്കണമെന്നുള്ളതാണ് ആഗ്രഹം. അപ്പോൾ 30 വർഷത്തെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ചു വന്ന ദേവി എന്ന കഥാപാത്രവും ആസാം പണിക്കലിലെ ആസാമിലെ ജീവിതം സ്വപ്നം കണ്ടുപോയവരും എല്ലാം അവസാനം തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വരുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിമനോഹരമായ 2 സിനിമകളുണ്ട് അതിനെക്കുറിച്ച്. അതിലൊന്ന് നമ്മുടെ PT കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന പഴയ ഗുരുവായൂർ MLA സംവിധാനം ചെയ്ത ഗാർഷോ. അതിനകത്ത് നസറുദ്ദീൻ എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്. അദ്ദേഹം ഒരു ജീവിതകാലം മൊത്തം ഗൾഫ് രാജ്യങ്ങൾ പോയി കുടുംബത്തെ പോറ്റാൻ, കുടുംബത്തിനെ സാമ്പത്തിക ഭദ്രത വരുത്താൻ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടതിന് ശേഷം തിരിച്ചു വരുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും തന്നോട് കാണിക്കുന്ന ആ ഒരു അന്യതാബോധത്തിൽ മനം തൊന്നു കഴിയുന്ന ഗാർഷോ എന്ന് പറയുന്ന അഭയാർത്ഥിയായി സ്വന്തം നാട്ടിലും വീട്ടിലും മാറുന്ന ഒരു വ്യക്തിയുടെ ജീവിതം സമഗ്രമായി ചിത്രീകരിക്കുന്ന ഗാർഷോ പ്രവാസികൾക്ക് ഒരു ഗുണപാഠമാകേണ്ട ചിത്രമാണ്. ശ്രീ മമ്മൂട്ടി അഭിനയിച്ച മറ്റൊരു ചിത്രമുണ്ട്, പത്തേമാരി. അതിൽ പള്ളിക്കൽ നാരായണൻ ഇവിടുന്ന് അങ്ങോട്ട് പോയി സർവ്വതും കുടുംബത്തിന് വേണ്ടി സമ്പാദിച്ചു കൊടുത്തിട്ട് അവസാനം ഇവിടെ വന്നപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നാട്ടുകാരും വീട്ടുകാരും കൂടെ അദ്ദേഹത്തോട് കാണിക്കുന്ന സമീപനം കൊണ്ട് അദ്ദേഹം തിരിച്ചു വീണ്ടും ഫത്തേമാരിയിൽ കയറി അങ്ങോട്ട് പോകുന്ന ചിത്രമാണ്. അപ്പോൾ ഒരുപാട് അനുഭവ സമ്പത്തുകളുണ്ട് നമ്മുടെ പ്രവാസി ലോകത്തിന്. അവരുടെ ദുഃഖങ്ങളൊക്കെ ഇവിടെ പറയും. ഞാനൊരു ദീർഘമായ പ്രസംഗത്തിന് തയ്യാറാവുന്നില്ല, കാരണം ആലങ്കാരികമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന നെല്ലിക്കുന്നും അതുപോലെ തന്നെ
ശ്രീ AK മഷഫും കുഞ്ഞമ്പും ഒക്കെ ഉണ്ട്. അവർക്കെല്ലാം സംസാരിക്കണം, അവരുടെ എല്ലാം പ്രശ്നം കേൾക്കണം. എന്തായാലും കാസർഗോഡ് ഒരുപാട് പിന്നോക്കം നിൽക്കുന്നൊരു ജില്ലയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഒരു പ്രഭാകരൻ കമ്മീഷനെ വെച്ചത്. ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ പറഞ്ഞു 11,168.66 കോടി രൂപ കാസർഗോഡിൻ്റെ പിന്നോക്കാവസ്ഥ മാറ്റാൻ ചെലവഴിക്കണം. കേന്ദ്ര ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ്, കേന്ദ്ര ഏജൻസി, സംസ്ഥാന ഏജൻസി, അതുപോലെ തന്നെ CSR ഫണ്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട്, ഇതെല്ലാം കൂടി ഉപയോഗിച്ച് കാസർഗോഡിന് വേണ്ടി 11,168 കോടി രൂപ ചെലവാക്കിയാൽ കേരളത്തിലെ മറ്റ് 13 ജില്ലകളോടൊപ്പം കാസർഗോഡ് എത്തും. പ്രഭാകരൻ കമ്മീഷൻ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ആരോഗ്യ രംഗത്തെ പിന്നോക്കാവസ്ഥ. ആ ആരോഗ്യ രംഗത്തെ പിന്നോക്കാവസ്ഥ മാറ്റാൻ മാത്രം 2,688.66 കോടി രൂപ ചെലവാക്കണമെന്നാണ്. നമ്മുടെ കാസർഗോഡ് ഒരുപാട് താലൂക്ക് ആശുപത്രി, ഒരുപാട് പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഉണ്ട്. അത് പ്രൊമോട്ട് ചെയ്ത് ഫാമിലി ഹെൽത്ത് സെൻ്റർ ആക്കി. ഒരുപാട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ഉണ്ട്. നമുക്ക് എല്ലാ സ്ഥലത്തും താലൂക്ക് ആശുപത്രി ഉണ്ട്. താലൂക്ക് ആശുപത്രിയിൽ സർജറികളുണ്ട്. നമുക്ക് ജനറൽ ആശുപത്രിയുണ്ട്, ജില്ലാ ആശുപത്രിയുണ്ട്. കുറേ കൊല്ലമായി പണിതീരാത്ത ഒരു ആശുപത്രിയായി കിടക്കുന്ന ഉക്കിനടുക്കയിൽ മെഡിക്കൽ കോളേജുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും കാസർഗോഡ് ഒരു അപകടമുണ്ടായാൽ ആ അപകടത്തിൽ പെടുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ ഒരു ട്രോമ കെയർ സെൻ്റർ ഇല്ല. അതുപോലെ ഈ താലൂക്ക് ആശുപത്രിയിലെല്ലാം സർജറി ഉണ്ട്, പക്ഷെ അനസ്തേഷ്യ സംവിധാനമില്ല. സർജറി അതുകൊണ്ട് നടക്കില്ല. എല്ലാ ആശുപത്രികളും ഏതാണ്ട് റെഫറൽ ആശുപത്രിയാണ്. റെഫറൽ ആശുപത്രി എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും ഡോക്ടർമാർ പറയും നിങ്ങളുടെ രോഗത്തിന് പറ്റിയ ചികിത്സ ഇവിടെ ഇല്ല, മംഗലാപുരത്തേക്ക് റെഫർ ചെയ്യണോ, അല്ലെങ്കിൽ കോഴിക്കോട്ടേക്ക് റെഫർ ചെയ്യണോ, കണ്ണൂരേക്ക്, പരിയാരത്തേക്ക്. പാവപ്പെട്ട കാസർഗോട്ടുകാർ യാത്രാ സൗകര്യം ഉദ്ദേശിച്ച് പറയും മംഗലാപുരത്തേക്ക് മതി. കോവിഡ് മഹാമാരിയുടെ 1ഉം 2ഉം വ്യാപന കാലത്ത് ഒരാൾ മരിക്കാത്ത ജില്ലയാണ് കാസർഗോഡ്. കോവിഡ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ ജില്ല കാസർഗോഡാണ്. ചൈനയിൽ MBBS പഠിക്കാൻ പോയ കാസർഗോട്ടുകാരി വിദ്യാർത്ഥിനിക്കാണ് ആദ്യം കോവിഡ് വന്നത്. പക്ഷെ ഒറ്റയാളും 1ഉം 2ഉം വ്യാപന കാലത്ത് മരിച്ചില്ല. 19 പേർ മരിച്ചു. എങ്ങനെ മരിച്ചു? 1897 ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ ഒരു എപ്പിഡമിക് ആക്ട് ഉണ്ടാക്കി. പകർച്ചവ്യാധികൾ തടയാനുള്ള ഇന്ത്യയിലെ ഒരേ ഒരു നിയമമാണ് 1897. അത് പിന്നെ ഇതുവരെ പരിഷ്കരിച്ചിട്ടില്ല. ആ നിയമത്തിന്റെ ചുവട് പിടിച്ച് ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നത് വഴി ജില്ലയുടെ അതിർത്തികൾ അടച്ചപ്പോൾ കാസർഗോഡിന്റെ അതിർത്തിയായ തലപ്പാടിയിൽ നിന്ന് മംഗലാപുരത്ത് പോകാൻ കഴിയാത്തത് കൊണ്ട്, തുടർ ചികിത്സ കിട്ടാത്തത് കൊണ്ട് അവിടെ നമുക്കറിയാം 19 പേർ മരിച്ചു. അതിർത്തി അടച്ചതുകൊണ്ട് 2 ഗർഭിണികൾ ആംബുലൻസിൽ കിടന്ന് മരിച്ചു. കാസർഗോഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ സ്വകാര്യ ദുഃഖമാണ് 6,727 എൻഡോസൾഫാന്റെ ദൗർഭാഗ്യം അനുഭവിക്കുന്ന ആളുകൾ. അവരുടെ ചികിത്സ ഇപ്പം മംഗലാപുരത്താണ്. എൻഡോസൾഫാനെ കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളും പരാതികളും അതുപോലെ വിവാദങ്ങളും ഉണ്ട്. അതിനവസാനം വേണ്ടേ? വേണമെങ്കിൽ ഗവേഷണങ്ങൾ നടക്കണം, പഠനങ്ങൾ നടക്കണം. ഗവേഷണങ്ങളും പഠനങ്ങളും നടക്കണമെങ്കിൽ കാസർഗോഡ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വരണം. ഒരു എയിംസ് കാസർഗോട്ടുകാരുടെ സ്വപ്നമാണ്. അതെന്ന് വരുന്നോ അന്ന് മാത്രമേ കാസർഗോട്ടെ ഈ നിത്യ ദുരിതം അനുഭവിക്കുന്ന രോഗികൾക്ക് ആശ്വാസം കിട്ടുകയുള്ളൂ. മാത്രമല്ല കാസർഗോഡ് പ്രകൃതി മനോഹരമായ ഒരു നാടാണ്. ഇപ്പൊ ഷൂട്ടിങ് മൊത്തം നടക്കുന്ന കാസർഗോട്ടാണ്. ഇന്നലെ ഞാൻ വരുമ്പോൾ ഷൂട്ടിങ് നടക്കുകയാണ് കാസർഗോട്ട് മഞ്ചേശ്വരത്ത്. അപ്പോൾ ഷൂട്ടിങ് ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. റാണിപുരം, ഏഴിമല, കുമരകത്ത് പോകുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് നീലേശ്വരത്ത് നിന്ന് ഏഴിമല വരെ പോയാൽ. മാത്രമല്ല ബേക്കൽ ലോകത്തിന്റെ ഭൂപടത്തിൽ വന്നു. മാത്രമല്ല പെരിയ, അവിടെ ഒരു എയർ സ്ട്രിപ്പ് എത്രയോ കാലം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി കാസർഗോഡിന്റെ സമഗ്രമായ വികസനം, ആ വികസനം ആഗ്രഹിക്കാത്തവരുടെ ഈ ബോംബെയിലുള്ള ഒരു മലയാളി ഉണ്ടാകില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട്
കാസർഗോഡ് ബോംബെക്കാരുടെയും കാസർഗോഡുകാരുടെയും ഒരു കൂട്ടായ്മയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന നമ്മുടെ വികാരങ്ങൾ ക്രോഡീകരിച്ച് ആ വികാര ക്രോഡീകരണത്തിലൂടെ നമുക്ക് കാസർഗോഡിൻ്റെ നന്മയ്ക്കായി കൂട്ടായി പ്രവർത്തിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു പാർലമെന്റ് അംഗം എന്നുള്ള നിലയ്ക്ക് കാസർഗോട്ടെ ബോംബെക്കാർക്ക് കാസർഗോട്ടുകാർക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഒരു എം പിയുടെ പരിമിതിക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഒരു എം പിയുടെ പ്രിവിലേജിനകത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് എന്തും നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് എല്ലാ ഭാവുകളും നേർന്നുകൊണ്ട് ഈ കൂട്ടായ്മ ഒരു ശരിക്കുള്ള കൂട്ടായ്മ ആയതുകൊണ്ടാണ് എല്ലാ MLA-മാരും ഇവിടെ എത്തിയത്, മുനിസിപ്പൽ ചെയർമാൻ എത്തിയത്, മരിക്ക അടക്കം അവിടെ നിന്നുള്ള മഞ്ചേശ്വരത്തെ മുഴുവൻ ആളുകളും ഇവിടെ എത്തിയത്, അതുപോലെ മുഴുവൻ ഇടനീർ അഷ്റഫ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയത്, അതുപോലെ അവിടുത്തെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും എത്തിയത് നിങ്ങളോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ്. ഈ കൂട്ടായ്മയ്ക്ക് എല്ലാ ഭാവുകങ്ങളും എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് സർവശക്തനായ പടച്ച തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ അനുഗ്രഹത്തോടെ ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. അതുപോലെ ഇന്ന് കാസർഗോഡിനെ കുറിച്ച് അതിമനോഹരമായി ആലങ്കാരികമായി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ തിങ്സ് പ്രസന്റിങ് ഇൻ എ റിട്ടോറിക് മാനർ, അതാണ് ശ്രീ സജീവും അതുപോലെ നായർ അല്ലേ, സഞ്ജയ് ആൻഡ് സിന്ധു നായർ രണ്ടുപേരും കാസർഗോഡിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് രോമാഞ്ചം ഉണ്ടാകുകയായിരുന്നു. കാരണം എത്ര മനോഹരമായി എത്ര ആലങ്കാരികമായിട്ടാണ് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ കാസർഗോഡിനെ ഇവർ രണ്ടുപേരും കൂടി കയറ്റിയത്. അവരുടെ ആ പ്രസൻറ്റേഷൻ വളരെ നമ്മളെ കാസർഗോഡിനെ കുറിച്ചുള്ള അവബോധം നമ്മൾ കൂടുതൽ ഉണ്ടാക്കി. അവർക്ക് കൂടി നന്മകൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ അനുവാദത്തോടു കൂടി കൂട്ടായ്മ ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ജയ് ഹിന്ദ്.